ഹലോ കൂട്ടുകാരെ, നമുക്ക് താനൂർ ഹാർബറിൽ നിന്ന് കുറച്ച് മീൻ കൊണ്ടുവന്നു. അതിൽ ചെമ്മീനുണ്ട്. അത് നമുക്ക് എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. എല്ലാവരും ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏകദേശം എല്ലാം വെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാന് ഇനി അടുപ്പ് വെച്ചു. ഇനി ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും കൂടെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം, നന്നായി വഴന്ന് വരാൻ വേണ്ടി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലേശം കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, ചിക്കൻ മസാല ഒരു 2.5 സ്പൂണ്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും ഇട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക. അഞ്ച് മിനിറ്റ് വെന്തതിന് ശേഷം മൂടി മാറ്റി നമുക്ക് മസാല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മസാല ചെമ്മീനിലേക്ക് മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ആയതിനു ശേഷം മൂടിയെടുത്ത് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം നമുക്ക്. ഇനി മൂടിയെടുത്ത് വെന്തോ നോക്കാം. വെള്ളം പൂർണ്ണമായിട്ട് പറ്റാത്തതുകൊണ്ട് നമുക്കൊന്നും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളി വിതറി കൊടുക്കാം. അതിനുശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറായിട്ടുണ്ട്.